ഒരു യങ് കപ്പിളാണ്. ആ ലേഡി മുംബൈയിലെ ഒരു നഴ്സായിരുന്നു. അവർ കല്യാണം കഴിച്ച് നാട്ടിലെത്തി. നാട്ടിൽ ഇപ്പോൾ ഒരു 6 months ആയിട്ടു. അപ്പം നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പം, സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേന് യൂട്രസ് ഒക്കെ നോർമലാണ്. ഓവറിയുടെ സൈഡിലായിട്ട് കുറച്ച് വെള്ളക്കെട്ട് പോലെ കാണുന്നുണ്ട്. ഒരു ഇച്ചിരി നീളത്തിലുള്ള ഒരു വെള്ളക്കെട്ടാണ്. സാധാരണ നമ്മളതിന് ട്യൂബിൽ വെള്ളം കെട്ടി നിന്നാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോസാൽപിൻസ്, അല്ലെങ്കിൽ ട്യൂബിൽ വെള്ളം കെട്ടുക എന്നൊരവസ്ഥ. അതാണെന്നുള്ള സസ്പിഷൻ വന്നു. അപ്പം അവർക്ക് വേറെ ഇൻഫെക്ഷൻ്റെ ഫീച്ചേഴ്സോ അങ്ങനെ പനിയോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് വജൈനൽ ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നുമില്ല പറയാൻ. ഇത് കണ്ടുകൊണ്ട് ഞാൻ ആ പേഷ്യൻറ്റിനെ ഒന്ന് MRI അയച്ചു. MRI ചെയ്തപ്പോഴും റിപ്പോർട്ട് സെയിം ആസ് 2 ട്യൂബിലും വെള്ളക്കെട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈഡ്രോസാൽപിൻസ് ഉണ്ടെങ്കിൽ നോർമൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പി ചെയ്യണം. കപ്പിളിനോട് ഇതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്തപ്പം 2 ട്യൂബും വളരെയധികം വീർത്ത് അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുക. സപ്പോസ് നമ്മളൊരു ടെസ്റ്റ് ബേബി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭ്രൂണം കൊണ്ട് വെച്ചു എന്നിരിക്കുക. ഈ ടോക്സിക് ഫ്ലൂയിഡ് വന്നാൽ ഭ്രൂണത്തെ നശിപ്പിച്ചു കളയും, പ്രഗ്നൻസി വരുമോ? അതുകൊണ്ട് IVF ചെയ്താൽ പോലും ഇങ്ങനെ ഹൈഡ്രോസാൽപിൻസ് ഉള്ളവർക്ക് പ്രഗ്നൻസി ആവത്തില്ല. അപ്പം ഹൈഡ്രോസാൽപിൻസ് ആണ് നമ്മുടെ ഡയഗ്നോസിസ് എങ്കിൽ ചിലപ്പോൾ ട്യൂബ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്യൂബിൻ്റെ ആയിട്ടുള്ള യൂട്രസിൻ്റെ ബന്ധം വിച്ഛേദിപ്പിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയായിരിക്കും.